ഇതാര് ഗൗരിയോ? എന്തിനാ ഓടിയേ? നാളെ ഗുരുവായൂർ ആനയോട്ടാ മോളെ. അതിന് ആനയല്ലേ ഓടണ്ടേ? നിങ്ങൾ എന്തിനാ ഓടണേ? രാവിലെ തൊട്ട് കുട്ടിശങ്കരനെ പത്മനാഭന്റെ ഒക്കെ പുറകിൽ ഇത് ഇങ്ങനെ കിടന്ന് ഓടാനുള്ളത്. അപ്പോ നമുക്ക് ഗുരുവായൂർ വെച്ച് കാണാം. നോട്ടീസ്. നോട്ടീസോ? ഓ ഓ ഓ, കുന്നത്തുകാവിലെ ഉത്സവത്തിന്റെ ആവും. കൊല്ലങ്കോട് മണികണ്ഠനല്ലേ എല്ലാ വർഷവും തിടമ്പ്? അല്ല, മണികണ്ഠൻ ഇപ്രാവശ്യം നീരില്ല. ഉറപ്പ് പത്മനാഭന് തന്നെ. ആരുടെയാ മേളം? പങ്കജാക്ഷൻ നായർ, മുൻസിഫ് കോടതി, ചാവക്കാട്. മൂപ്പര് മേളവും തുടങ്ങിയോ? അയ്യോ, ഇത് ജപ്തി നോട്ടീസ് ആണല്ലോ. ആരുടെ പേരില? ചാവക്കാട് താലൂക്ക്, ചുങ്കത്ത് ദേശത്ത്, പേരാമംഗലത്ത് ലക്ഷ്മിയുടെ മകൾ ഗൗരി. ഈ അഡ്രസ് എവിടെയോ കേട്ട് മറന്നതാണല്ലോ. ഹലോ, ഒന്നിങ്ങോട്ട് നോക്കി. ഇപ്പൊ മനസ്സിലായോ എവിടെയോ കേട്ട അഡ്രസ്? ജപ്തി എന്റെ പേരില. പലിശ എങ്കിലും അടച്ച് ലോൺ പുതുക്കിയില്ലെങ്കിൽ ജപ്തി ഉറപ്പ്. പറയ്, ഞാൻ എന്താ ചെയ്യണ്ടേ? പൈസ ഇല്ലാതെ നട്ടം തിരിയാ. നന്ദേട്ടനോട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയായ ലോൺ നമുക്ക് കുറേശ്ശെ അടയ്ക്കാം. അതുവരേക്ക് ഒറ്റ മതി. ഗൗരി നേരിട്ട് എന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ സ്വന്തം സൊസൈറ്റി ബാങ്കല്ലേ. ഗൗരിക്കൊരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഡെപ്പോസിറ്റ് വാങ്ങിയ ഒരു നൃത്ത വിദ്യാലയം ഞാൻ തന്നെ തുടങ്ങി തന്നു. അതിപ്പോ എനിക്കൊരു ജോലിയായി. ഒരവധി കൂടി മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഗൗരി ധൈര്യമായിട്ടിരുന്നു. ഓട്ടോ വെയിറ്റിംഗ്. നോട്ടീസ് നോട്ടീസ്. അതെ, ഇങ്ങോട്ടുള്ള വരവ്, വെയിറ്റിംഗ് ചാർജ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര, വേണ്ടി വന്ന സഹകരണ ബാങ്ക് വരെ ഒന്ന് പോകണം, എല്ലാം കൂടി എത്രയായി? 90. ഈ കുട്ടി തരും കേട്ടോ. 90 കൂടുതൽ 5 പൈസ കൊടുത്തേക്കരുതേ, വണ്ടി വിട്ടോ. നമസ്കാരം. ഓ, ഞങ്ങളെ പറ്റിച്ചില്ല. ടച്ചിങ്സ് ഉണ്ടാക്കാനേ മേടിക്ക. പച്ചപ്പനം പട്ട് ഞാൻ കുടിക്കുന്ന നാടൻ പട്ട് എൻകരുക്കിപ്പട്ട്. എന്നോടാണ് പറഞ്ഞത് അവിടെ നിൽക്കാൻ ഓടരുത്. മര്യാദക്ക് ഇറങ്ങി വന്നിട്ട് കാശ് കാണാം. താൻ ഇങ്ങാട് വാ, നമുക്ക് തേങ്ങ നിന്ന് കളിക്കാം. അതിനെന്റെ പട്ടി വരും. എടാ, ഇറങ്ങി വന്നിട്ട് കാശ് തരാൻ. എപ്പ കാശിന് വന്നാലും അവൻ ആരുടെ കവക്കട കയറിയിരിക്കും. ഇവിടെ പലിശയെങ്കിലും താടാ. ഇറങ്ങി പാടാ. ഇറങ്ങി വന്നിട്ട് പലിശനാനേ സൂര്യനെ പടിഞ്ഞാറ് നോർത്തില്. എടാ, നീ എന്തെങ്കിലും ആരുടെ ചുരത്തിൽ നിങ്ങൾ ഇറങ്ങുമല്ല, അന്ന് ഞാൻ നിന്നെ എടുത്തോളാം. ഇവൻ ആര് പശക പേപ്പറിലൊക്കെ ഫോട്ടോ വന്നാണ് പലിശക്കാരൻ ചവിട്ടിക്കൊന്നു പറഞ്ഞു. ദൈവമേ, ഈ ആരില്ലായിരുന്നു പലിശ കൊടുത്ത് തിണ്ടിപ്പോയനെ. ആനവാരം ചോദിച്ചു മേലോട് വന്നിട്ടുണ്ടെങ്കിൽ എന്തേ കുഞ്ഞുണ്ണി? രാമേന്ദ്രോ, ഈ പുളിയർക്കാവില് സാധനം കിട്ടൂലേ? ഒന്ന് വേഗം ഉറക്കണോട്ടാ. ഈ പട്ട ഇറക്കിയിട്ട് വേണം എനിക്ക് പോയി പട്ട അടിക്കാൻ. ഒന്ന് വേഗം ഓട്ടാ. 2 മാസമായിട്ട് പലിശ തന്നു നീ മാത്രമേ ഉള്ളൂ. ശശി, നിന്നോടാണ് എന്തായി? അടുത്ത ആഴ്ച പിന്നത്തെ ആഴ്ച പോയിന്. അവിടെ എന്തായി? ഇങ്ങോട്ട് ഇറങ്ങി വന്നാ തരാം. ഓ വാ, നീ അതും പറയാം, അതിന്റെ അപ്പുറം പറയുന്നത് എനിക്കറിയാം. എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന ഒരുത്തരും ഗതി പിടിക്കൂല, ഒരുത്തരും. എന്താണ് പറയുന്നേട്ടാ, രാവിലെ തന്നെ ഒരു പ്രാഗില് പലിശ ഒന്നും പിരിഞ്ഞു കിട്ടിയില്ലേ? എവിടെന്ന്? എന്റെ അപ്പൻ ചാകുന്നതിന് മുമ്പ് പറയുമായിരുന്നു പോലീസുകാർക്ക് പരിചയമില്ലാത്തവർക്ക് കാശ് കൊടുക്കുന്നു. ഞാനത് കേട്ടില്ല, എനിക്കൊരാളെ കിട്ടുകയും ചെയ്തു. ഇവന്മാരടുത്ത് കാശിന് തന്ന ഇവന്മാരുണ്ടെങ്കിൽ ആനയുടെ കവക്കട കയറും, അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറും. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. ദേവന് വേറൊരുത്തൻ. എടാ കൊമ്പുവാസു, അവന്റെ കൊമ്പൊക്കെ ഒന്ന് ചെത്തി ഒഴിയാറായിട്ടോ. പറഞ്ഞ പോലെ ഞാനതൊക്കെ മറന്നു. മറക്കല്ലേ, കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണ്ടതാ. ഞങ്ങളെന്തിനാ ഓർക്കണേ? എല്ലാം ഓർമ്മിപ്പിക്കാൻ നീയില്ലേ ഇവിടെ? എന്താടാ ചന്ദ്ര, ഇവന്റെ വാലിലെ മുടി ഇങ്ങനെ കുറഞ്ഞു വരുന്നത്? നീ വിറ്റ് കാശാക്കണോ? അത് പിന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോ ഓരോ വിശ്വാസങ്ങളല്ലേ, ധൈര്യം വരാനേ. എടാ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ. വാലിലെ മുടി എടുത്ത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ധൈര്യം വരുന്നുണ്ടെങ്കിൽ ഈ മൊത്തം വാലുള്ള ആന പിന്നെ പേടിക്കേണ്ട കാര്യം എന്താ? ദേവസ്വംകാരെ അറിഞ്ഞാലേ നിന്റെ തൊപ്പി പോകട്ടോ മോനെ. അയ്യോ,
ചതിക്കല്ല പ്രസാദ. അതെ ഈ കരിമ്പോടെ ഇറക്കണ്ട. കരിപ്പ് നിന്റെ എടാ, അത് മാമ്പള്ളി അർജുനുള്ളതല്ലേ. പോ 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 പോ. ഇത് മാത്ര പിടിക്കാത്ത ഇന്നാരം പറയാൻ നമ്മുടെ ആനകൾ വേണം. എന്നാ അവറ്റകൾക്ക് വെറും പനം പട്ട. മാമ്പുള്ളി അർജുന് മാത്രം എന്നും കരിമ്പും കദളിപ്പും. ഇത് മോശം കേട്ടോ. അതെ, മാമ്പള്ളി അർജുൻ ആരാന്ന നിങ്ങളുടെ വിചാരം? ഗജ കേസരിയല്ലേ അവൻ? മാതംഗലീലയിൽ പറയുന്ന സർവ്വ ലക്ഷണങ്ങളും തികഞ്ഞ കൊമ്പനാവൻ. ശരി, മലയാള നാട്ടിൽ അവനെ വെല്ലാനായിട്ട് നാടൻ ആരുടെ പേര് നിങ്ങൾ പറയും? പറ 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 പറ. ഇല്ല. നിന്റെ കരിമ്പ് തിന്ന് നിന്ന് ഇവന് പപ്പേന്റെ പട്ട വേണ്ടാണ്ടായി. അതിന് പപ്പേട്ടന്റെ പട്ട ഇതല്ലേ, ഇതല്ലല്ലോ. ഓ ഉയ്യോ, രമേശ് മുതലാളി വരണോ? എന്താടാ രമേശ് ചേട്ടാ, കാര്യം പുളിയിലെക്കാവിലെ തിടമ്പ് കിട്ടി. പക്ഷെ അത് പോരാ. ഈ പ്രദേശത്തെ എല്ലാ പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പുകളുടെയും തിടമ്പ് നമ്മുടെ അർജുന്റെ പുറത്ത് തന്നെയായിരിക്കണം. ഏക്കത്തവും ഇതിരി കുറഞ്ഞാലും കുഴപ്പമില്ല. തേങ്ങാക്കൊല അച്ഛന്റെ വാശിയായിരുന്നു. തറവാടിന്റെ പാരമ്പര്യം കേൾക്കാൻ ഒരു ആനയെങ്കിലും വേണമെന്ന്. എനിക്ക് ഈ ഏർപ്പാട് മടുത്തു. ഞാനിവനെ ഒഴിവാക്കാൻ പോവാ. വല്ല പാർട്ടി ഉണ്ടെങ്കിൽ നോക്ക്, നല്ല വില കിട്ടിയാ കൊടുക്കാം. കാര്യമായിട്ടാണോ? പിന്നല്ലാണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ. രമേശ് ചേട്ടാ, നമ്മുടെ അർജുനെ വിൽക്കാന്ന് വെച്ചാ ഈ സെന്റിമെന്റ്സിലൊന്നും കാര്യമില്ലടോ. ഞാൻ വെറും സെക്രട്ടറി, റബ്ബർ സ്റ്റാമ്പ്. ഇത് സഹകരണ ബാങ്കല്ലേ, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രസിഡന്റാ. അദ്ദേഹം വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ ഒക്കൂ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം പ്രസിഡന്റിനോട്. കുട്ടി ചെന്നോളൂ. ആ ദേ വരണ്ടട്ടാ. ആ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ആ പറയൂ ഗൗരി, എന്ത് സഹായമാണ് വേണ്ടത്? അത് ഞാൻ പിന്നെ പറയേ. എന്റെ വീടിന്റെ ജപ്തി ഒരവധി കൂടി തരണം എനിക്ക്. ഇത്രേ ഉള്ളൂ? ഗൗരിക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ഇട്ടോ, ജപ്തി ഉണ്ടാവില്ല. എന്താ പോരെ? എല്ലാരും കരുതുന്ന പോലെ ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. പിന്നെ രാഷ്ട്രീയത്തില പ്രവർത്തനം, മത്സരമുള്ള ഫീൽഡാ. എല്ലാവർക്കും നോട്ടം കർഷകരെയാ. അപ്പോ ചില സൂത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും പിടിച്ചു നിൽക്കാൻ. അത്രേ ഉള്ളൂ. പിന്നെ നൃത്താലയം പൊളിച്ചത് അതൊരിക്കലും ഗൗരിയോടുള്ള വിരോധം കൊണ്ടല്ല. അവൻ എന്നെ ഒന്ന് നോവിച്ചു, അറിയാലോ. എനിക്കും തിരിച്ചൊന്ന് നോവിക്കേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അതിന് ഗൗരിയാണ് ബലിയാടായിരുന്നു പിന്നീടാ ഞാൻ അറിഞ്ഞത്. കുട്ടിയുടെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാണ് അത് തുടങ്ങിയതല്ലേ? അതെ. അതിനും പ്രായച്ചിട്ടും ചെയ്യാൻ ഞാൻ കലാമണ്ഡലത്തിൽ ഒരു ജോലി ഏർപ്പാടാക്കാം, ടീച്ചറായിട്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു നൃത്ത വിദ്യാലയം തുടങ്ങാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വേണ്ട, ഞാൻ പോട്ടെ. അതെ, ഗൗരിയുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാം. പക്ഷെ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു റിട്ടേൺ പ്രതീക്ഷിക്കും. ഇത്രയും സഹായങ്ങൾ ചെയ്തു തരുന്നതിന് എന്ത് തരും ഗൗരി എനിക്ക് പകരം? എന്ത്? ഒരു പെണ്ണ് വിചാരിച്ച എന്തൊക്കെ തരാൻ പറ്റുമെന്ന് ഗൗരിക്ക് അറിഞ്ഞു. കൃഷ്ണപ്രസാദേ, ഇങ്ങോട്ട് വരിക. ഇതാര് പൊതുവാളോ? എത്ര നേരായി കാത്തിക്കണു. ഏ ഇവർ ആറന്കുളം ദേശക്കാരാ. ഓ അതെ, നമ്മുടെ കണ്ടംപള്ളി ബാലിപ്പോ ഇവിടെ കാണും. ബാലനോ? ആ, ബാലനിപ്പോ മുല്ലക്കൽ ഉത്സവം കഴിഞ്ഞ് ഇന്ന് നെല്ലുവായ ഏകാദശി. എന്നത്തേക്കാ? മകരച്ചൊവ്വക്ക് എഴുന്നള്ളിക്കാനാ. എന്താണ് പൊതുവാളെ വിവരമില്ലാതെ സംസാരിക്കുന്നത്? ചെമ്പൂത്രക്കാരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓ, അപ്പൊ നമ്മുടെ തെച്ചിക്കോടി രാമേന്ദ്രനോ? ഒരു വർഷം മുമ്പാ നെന്മാറക്കാര് കൊണ്ടുപോയി. എന്നാ പിന്നെ പ്ലാത്തോട്ടോ അയ്യപ്പനോ? പിന്നെ ആ തോട്ട് അയ്യപ്പന് മകരമാസത്തിൽ നീരല്ലടോ. നിങ്ങൾ ഈ പറയുന്ന ലെവല് വെച്ച് നോക്കിയാ ഉള്ളത് പാമ്പാട് രാജന. ഇന്നലെ ഇരിങ്ങാലക്കുട ഉത്സവം കഴിഞ്ഞ് ആറാട്ടുപുഴയ്ക്കുള്ള യാത്രയിലായിരിക്കും. ഇപ്പൊ ചെന്ന കരുവന്നൂർ പാലത്തിൽ ഇട്ട് പിടിക്കാം. എന്നാ പിന്നെ നമുക്ക് പുറപ്പെടാം. നേരെ കരുവന്നൂർ പാലത്തിനെടുത്ത് വെച്ച് നമുക്ക് പിടിക്കാം. അവിടെ ചെന്നാ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അസലായി. മാഷിത് എന്തറിഞ്ഞിട്ടായി പറയണേ? കേരളത്തിലെ മുഴുവൻ നാട്ടാനകളും ഇപ്പോ എവിടെ എന്ത് ചെയ്യുന്നു അറിയാവുന്ന കമ്പ്യൂട്ടർ ചിപ്പാ ദായി പോയ പ്രസാദ്. വാ നമുക്ക് പോവാം. എന്തായി? അവധി കിട്ടിയോ? കിട്ടിയത് എന്താണെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ കാരണം എനിക്ക് എന്റെ വീടോ നഷ്ടപ്പെട്ടു. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടത് ഞാൻ. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് നമ്മുടെ ചെട്ടിയാരുടെ അയ്യപ്പനായാലോ എന്നൊരു ശങ്ക. പാമ്പാടി രാജൻ മതി, പാമ്പാടി രാജൻ മതി, പാമ്പാടി രാജൻ. എന്താ ഉണ്ടായത്? ഇനി ഇതിൽ കൂടുതൽ എന്താ ഉണ്ടാവേണ്ടത്? നീ കാര്യം പറ ഗൗരി. എന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് തുടങ്ങിയ നൃത്താലയം നിങ്ങളുടെ ആനക്കമ്പം കാരണം പൂട്ടിപ്പിച്ചു തന്നൊരു മഹാനല്ലേ അനിരുദ്ധൻ. അങ്ങോർക്കേ സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല, അത്ര തന്നെ.
സംഘം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയിലേക്ക് ഗവൺമെന്റ് നോമിനിയായി ശ്രീ ഭരതനുണ്ണിയെ തന്നെ നോമിനേറ്റ് ചെയ്തത് നമ്മുടെയൊക്കെ ഭാഗ്യമായി കാണുന്നു. നമ്മുടെയൊക്കെ ചിരകാല സുഹൃത്തായ ഭരതനുണ്ണി കഴിഞ്ഞ കുറേ നാളുകളായി ബാങ്കിനും ദേവസ്വത്തിനും വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നീ ഗൗരിയോട് പറഞ്ഞു. ഒരാണ് വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരടാ. അവളുടെ സ്കൂളിൽ നീ പൂട്ടിച്ചപ്പോ ഞാൻ വെറുതെ ഇരുന്നതേ എന്റെ പിടിപ്പ് കേട്ടുകൊണ്ടൊന്നുമല്ല. ആനകളോടൊപ്പമാണ് എന്റെ സഹവാസം. എനിക്കുണ്ടാ കുറച്ച് കൊലച്ചോറ് ചവിട്ടി കീറി ഞാൻ. വീട്ടില്ല ഞാൻ. എന്നെ അപമാനിച്ചതിന് അവനെ കൈപ്പിനീര് കുടിപ്പിക്കും. ഇനി അനിരുദ്ധനായത് നോയമ്പാ എന്നെ കുത്തിപ്പിടിച്ച് അവന്റെ കൈ. അതിനവന്റെ കൈയും കാലും കാലിരുമ്പിന്റെ കരുത്താ. ഉണ്ടായോ കാലിരുമ്പെന്ന് പറഞ്ഞാൽ ഈ പഞ്ഞി പോലത്തെ ഇത് കൊണ്ട് അവൻ ഒറ്റ ഒരുത്തം കാരണം ഉണ്ടായ നഷ്ടം എന്താണെന്ന് അറിയാമോ അമ്മയ്ക്ക്? ശ്യാമളയ്ക്ക് സൊസൈറ്റി ബാങ്കിൽ ഒരു ജോലി പറഞ്ഞു വെച്ചിരിക്കുവായിരുന്നു അനിരുദ്ധൻ. പുന്നാര അളിയൻ കാരണം അതങ്ങ് പോയി കിട്ടി. നാട്ടുകാരെ കാണാൻ അയാളെ നാണം കെടുത്തിയില്ല അവൻ. എന്താ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? അങ്ങനെ ഒരു കാരണവുമില്ലാതെ ഒരാളിനെ അവനങ്ങ് തല്ലുവോ ഭരതനുണ്ണിയെ? ഇങ്ങനെ വളം വെച്ചത് കൊണ്ട് അവനിങ്ങനെ വിളഞ്ഞ് വിളഞ്ഞ് വളരുന്നത്. അവനെ കൊണ്ട് കാശ് ഉപയോഗമില്ല. അതും പോരാഞ്ഞ് ഇങ്ങനെ ഉപദ്രവം. ഇങ്ങനൊരു കാഴ്ച ആറാട്ടുപുഴ പൂരത്തിന് മാത്രമേ കാണാൻ പറ്റൂ. തൃപ്രയാർ ദേവരും ആറാട്ടുപുഴ ശാസ്താവും അടുത്ത ഉത്സവത്തിന് കാണാമെന്നും പറഞ്ഞ് ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു രംഗമുണ്ടല്ലോ. അവിടെ കണ്ടത് ആനകളുടെ വിഷമ. കണ്ണീന്ന് ഇങ്ങനെ കുടുകുടുന്ന് വെള്ളം. എന്താ ചെറിയമ്മാവനെ വഴക്ക് പറഞ്ഞു. ആരാണ്ടൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കിയെന്നും പറഞ്ഞു. നേരാണോടാ? അല്ല അത് പിന്നെ അമ്മയിരുന്നേ ഇങ്ങോട്ടിരിക്കാൻ. ഇന്ന് അമ്മയ്ക്ക് ചോറ് ഞാൻ വിളമ്പിത്തരാം. ആറാട്ടുപുഴ പൂരത്തിന് ആനകളുടെ കണ്ണീന്ന് വരുന്ന കണ്ണുനീരൊന്ന് കാണണമായിരുന്നു. എടാ, ആനക്കമ്പമൊക്കെ നല്ലതാ, എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ അത് മനുഷ്യർക്ക് ഉപദ്രവമാകരുത്. ഇതൊരു കൂട്ടുകുടുംബമാണ്. എന്തെങ്കിലും ഒന്നുണ്ടായാൽ അതെല്ലാവരെയും ബാധിക്കും. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാവും. നീ മാത്രമല്ല ഈ വീട്ടിലുള്ളത്. മറ്റുള്ളവരുടെ സ്വസ്ഥത കൂടി നീ കളയരുത്. എടാ, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ നടക്കുവോ? ഞാനിപ്പോ എന്താ വേണ്ടത്? നീ ഇപ്പൊ സത്യം ചെയ്യണം. എന്ത്? മേലാൽ ആനകളുടെ പുറകെ പോവില്ലാന്ന്. ഇനി ഞാൻ ആനകളുടെ പുറകെ പോകാൻ പാടില്ല. ആനകളെ കാണാനും പാടില്ല. എന്റെ ഏട്ടനാണ്. നീ എപ്പോഴും സത്യം ചെയ്യണ പോലെ ആവരുത്. ഇങ്ങോട്ട് കാണിച്ചേ. ഇപ്പൊ സത്യം ചെയ്യുന്നു. ഇനി മുതൽ ആനകളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എന്റെ ഏട്ടനാണ് സത്യം. സത്യം. എവിടെ കേൾക്കാം? വണ്ടി നിർത്ത്. മോനെ പ്രസാദേ, നമ്മുടെ മേലേടത്തെ ശങ്കരൻ നായർ കേസിൽ ജയിച്ചു. അയാൾക്കൊരു ആനയെ ഗുരുവായൂർ നടയിരുത്തണം. ലക്ഷണവും തികഞ്ഞ ഒരു കുട്ടി കൊമ്പൻ. നീ വേണം അതിനെ കണ്ടുപിടിക്കാൻ. ഞാൻ നിർത്തി. ഇന്നലത്തോടുകൂടി എന്റെ ആനക്കമ്പം ഞാൻ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കേ? നീ എന്ത് ഭ്രാന്തായി പറയണേ? ആനയും പൂരില്ലാണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? വേണ്ട രാമേട്ട, ഞാൻ നിർത്തി. എന്നെ വിട്ടേക്ക്. ഞാന് ഏട്ടനോട് സത്യം ചെയ്തു പോയി. ഇനി എന്താ രാമേട്ട ചെയ്യാ? നിക്ക്, വഴിയുണ്ട്. രാമൻ നായർ ഇത് എത്ര കണ്ടിരിക്കുന്നു. ഇവനെ വീഴ്ത്താൻ ഒരു ഒറ്റമൂലിയുണ്ട്. Another mother and her baby were sharing a drink. One of the large females cleaned out the muddy water from the hole, while beside her, her daughter was gently harassed by a larger elephant. She let her youngster drink from the hole she was in. Hi, Sophie. I'm Sophie from Holland, 20 years old. Miss FTV Awards. സമയാസമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇതൊക്കെ കുഴപ്പം. ഞാൻ അറിയാതെ ഞെക്കിയപ്പോ. ഒന്നും ഞെക്കണ്ട, കുഴപ്പം. ഏതെങ്കിലും വാർത്താ ചാനൽ വെച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണം. സംസ്കാരമില്ലാത്ത രീതി. ഇപ്പോൾ കിട്ടിയ വാർത്ത. ഗുരുവായൂരിൽ ചൊവ്വല്ലൂരിൽ നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാത്രി 9 മണിയോടെയാണ് സംഭവം. ആനയുടെ പിൻഭാഗത്താണ് ലോറിയിടിച്ചത്. പൂങ്കുന്നം ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞുള്ള വരവായിരുന്നു. മാമ്പിള്ളി അർജുനൻ എന്ന ആനയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സ്വാശ്രയ കോളേജുകളുടെ പ്രവേശനം സംബന്ധിച്ച് കോടതി വിധി മാനിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ബാക്ക് സൈഡാണ് പറ്റി. പിന്നെ ഫ്രണ്ടിലും കുറച്ച് പറ്റിയിട്ടുണ്ട്.
പ്രസാദേ, നമ്മുടെ അർജുനൻ കിടക്കിട കിടപ്പേണ്ടില്ലേ? എഴുന്നേക്കാൻ കൂടി വയ്യടവന്. നീ വിളിച്ചവൻ എഴുന്നേക്കും. വിളിക്കടാ അർജുന. മക്കളെ മക്കളെ എഴുന്നേക്ക് മക്കളെ. അർജുന അർജുന. അയ്യോ ഞാനടാ മക്കളെ, ഞാനടാ. അർജുന എണീക്ക്. നിന്റെ പ്രസാദ വിളിക്കണം. എഴുന്നേക്കടാ. ആ പൊക്കി കയറ്റങ്ങോട്ട്. ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല സാറേ. ആനക്ക് എഴുന്നേക്കാനൊന്നും പറ്റിയാല. ക്രെയിൻ വെച്ച് പൊക്കിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യാനാ? അവിടെ കിടക്കട്ടെ. 2-3 ദിവസത്തിനുള്ളിൽ എഴുന്നേക്കും നോക്കാം. താൻ വെക്കോ. സാർ, ആന എഴുന്നേപ്പിച്ചെടുത്ത് നോക്കിട്ട് എന്തായി? നിങ്ങൾ കണ്ടതല്ലേ, ആനയ്ക്ക് സ്വയം എഴുന്നേറ്റ് പറ്റുന്നില്ല. ഇവിടെ നടന്ന ഈ അപകടത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആനയുടെ നില വളരെ ഗുരുതര. ചാവോ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സാർ, ഇപ്പോഴത്തെ നോ. ഹലോ, ഞാൻ ആകെ ടെൻഷനില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ. ആനയുടെ പിൻഭാഗത്ത് ലോറി ഇടിച്ചിരിക്കുകയാണ്. ആനയുടെ പിൻകാലുകളിൽ ആഴത്തിൽ മുറിവുണ്ട്. രക്തം കട്ട പിടിച്ചിരിക്കുകയാണ്. പിന്നെ ക്രെയിൻ ഉപയോഗിച്ച് ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആനയുടെ നട്ടലിന് പൊട്ടലുണ്ട്. പിന്നെ പിൻകാലുകളിൽ ക്ഷതമുണ്ട്. രക്ഷപ്പെടാനുള്ള സാധ്യത എങ്ങനെ? രക്ഷപ്പെടാൻ 10% സാധ്യതയെ കാണാൻ കഴിയുന്നു. മറ്റെന്തെങ്കിലും ഇല്ല, ഇനി എനിക്കൊന്നും പറയാനില്ല. അതെ, നമ്മുടെ അർജുനൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. നീ വീട്ടിൽ പോയിക്കോ. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചല്ലേ? പോവാൻ എനിക്ക് തോന്നുന്നില്ല. ചെല്ലേ, പോയിട്ട് പോ. ഇതിനെ ഇങ്ങനെ ഇട്ടേക്കുന്നതിന് ഉദ്ദേശം ഉണ്ടാ? അല്ല, ഞാൻ ഇത് ജോസഫ്, ഇവിടുത്തെ അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസറാ. എന്താ സാറിന്റെ അഭിപ്രായം? 100% രക്ഷയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മൂത്രതടസ്സം, വ്രണങ്ങള്, എരണ്ടം കേട്ട്, പിന്നെ സ്ഥിരമായി ഗ്ലൂക്കോസും ആന്റിബയോട്ടിക്കും നൽകണം. അതും എത്ര നാൾ കൊടുക്കാനാ? എങ്കിലും ഹോപ്പില്ല. പിന്നെ വല്ല അത്ഭുതം സംഭവിക്കണം. നീ വന്നേ. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു വഴി പറയാം. തനിക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം ഏതായാലും വാഹന ഉടമയിൽ നിന്ന് കിട്ടും. ആന ചട്ടാലും ജീവിച്ചാലും. പിന്നെ വീണ്ടും ഇതിനെ ചുമന്ന് വെറുതെ കാശ് കളയണം. ഇരു ചെവി അറിയാതെ നമുക്ക് ഇവനെ അങ്ങ് തീർത്ത് കളയാം. അയ്യോ, അത് പുലിവാല. നാട്ടുകാരും ആനപ്രേമികളും വളരെ സ്ട്രോങ് ആയിപ്പോ. ഒരു കുഞ്ഞും അറിയാൻ പോകുന്നില്ലെന്ന്. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. നാളെ മുതൽ ആന്റിബയോട്ടിക്കിനൊപ്പം നമ്മൾ സ്ലോ പോയിസൺ കുത്തിവെക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ സംഗതി ക്ലീൻ. പിന്നെ പോസ്റ്റ്മോർട്ടം അതും എനിക്ക് വിട്ടേക്ക്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ നാളെ കാണും. എടോ മേന്നെ, അർജുനൻ കഥയായി കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ കൊമ്പൻ എന്റെ ബലരാമനാടോ. അർജുൻ ഉയർത്തിണീക്കരുത്. അതിനാടോ ഞാൻ ഈ വളഞ്ഞ ബുദ്ധി പ്രയോഗിച്ചത്. അങ്ങനെ വരട്ടെ. അപ്പൊ അർജുനനെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയത് മുതലാളിയാണല്ലേ? നിന്റെ കുന്നളയും. അപ്പൊ രാമായണത്തിലെ അർജുനന്റെ ചേട്ടനല്ലേ ബലരാമൻ? ആരെങ്കിലും വട്ടെന്ന്. ഈശ്വര, എന്റെ അർജുനെ കാത്തോളണേ. പ്രസാദേ, നമ്മുടെ അർജുനെ അവര്. അർജുനെ കാര്യം എന്താന്ന് വെച്ചാ പറയേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറ. ഊർദ്ധശ്വാസം വലിച്ചു കിടക്കണ ആനയെ ഞാൻ തലയിലേറ്റ് നടക്കണോ? എനിക്ക് വിഷമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ സാഹചര്യം, അല്ലെങ്കിൽ അതിന്റെ വിധി. ഇതിൽ വലിയ ക്രൂരതയൊന്നും ഞാൻ കാണുന്നില്ല. ചാഞ്ഞ മരം വെട്ടണോ, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അർജുനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. നീ ചുമ്മാ ഉടക്കാൻ നിൽക്കരുത്. പറഞ്ഞേക്കാം ഞാൻ. എത്ര നാളെന്ന് വെച്ചാ ഈ സാധനത്തെ ഞാൻ ശുശ്രൂഷിക്കുക? പഴയ പോലെ ആവുന്ന വല്ല ഉറപ്പുണ്ടോ? ഒരു ഗാംബ്ലിംഗ്. റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. വെറുതെ കുറെ പണം കളയാന്നല്ലാതെ. എടാ, നീ ബിസിനസ് മൈൻഡിലൂടെ ചിന്തിക്കേ. ബിസിനസ് മൈൻഡ്? രമേശ് ചേട്ടാ, വെറും ബിസിനസ് മാത്രമാണോ ആന വളർത്തൽ എന്നൊക്കെ പറയുന്നത്? അതിനകത്തൊരു മൂല്യൊക്കെ ഇല്ലേ? മൂല്യം നീ മാങ്ങാത്തോലി. എന്നാ നീ ഏറ്റെടുത്തോട് ആന അങ്ങോട്ട്. ചങ്കൂച്ചുണ്ടോ നിനക്ക്? തമാശ പറയല്ല. നീ എനിക്ക് 10 പൈസ തരണ്ട. എനിക്ക് നഷ്ടപ്പെട്ട പണമൊക്കെ ഇൻഷുറൻസ് നിന്ന് കിട്ടും. പക്ഷെ ആനയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നീ ഏറ്റെടുത്തോളണം. ആന തിരിച്ചു വന്ന നീ തന്നെ അതിന്റെ ഉടമസ്ഥൻ. ഞാൻ തരുന്ന വാക്കാ മാമ്പള്ളി രമേശന്റെ വാക്ക്. എന്താ
സമ്മതാണോ നിനക്ക്? എന്താണ് നീ മിണ്ടാത്തെ? എന്നിട്ട് നാക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയോ? മൂല്യത്തെ പറ്റി സംസാരിച്ചല്ലോ നീ. നിന്റെ ആനസ്നേഹം ആവിയായി പോയോ മേലോട്ട്? വെറുതെ വായിട്ടടിച്ചാ മതിയല്ലോ. എല്ലാം കൂടി എന്റെ പിടിക്ക് വെക്കുക. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല ചന്താണല്ലോ. കഴിവില്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോളണം. ആനയുടെ ഉടമസ്ഥ ഞാനാ. കൊല്ലണോ വളർത്തണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നീ നിന്റെ പാട്ടിന് പോടാ. ആ അതെ, നീ വേണേ ഒരാഴ്ച കഴിഞ്ഞ് വന്നോ. ഒരു റീത്ത് വെക്കുക അർജുന്റെ ദേഹത്ത്. അല്ല രമേശേട്ടൻ പറഞ്ഞത് വാക്കാണെങ്കിൽ ഞാൻ തയ്യാറാ. അർജുനെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. അവനെനിക്ക് തന്നേക്ക്. ആന പൊക്കി ലോറിയെ കയറണം. അതെ. അത് പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇറക്കി തരികയും വേണം. അതെ. കയ്യിലാണ് 5 കാശുമില്ല. അതെ. കാശ് ജോസിനൊരു പ്രശ്നമേ അല്ല. പക്ഷെ കള്ള് അത് നിർബന്ധം. അതാണ് മലയാളിയുടെ കൂട്ടായ്മ. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി മറിയെ എന്നാണല്ലോ കവി പാടിയിരിക്കുന്നത്. അത് തന്നെ. പറമ്പിൽ എന്തോ ഒരു ശബ്ദം പോലെ. വെറുതെ ഇരിക്കും. എന്താ വല്ല ലോറി വന്നിട്ട്? ലോറിയല്ല, അത് ടിവിയിൽ ബസ് വന്നതാ. അയ്യോ, ഹിന്ദുവിന്റെ ആദ്യത്തെ ഭർത്താവ് വന്നു. ഇനി ഇപ്പൊ അവർക്ക് പഴയ കഥകളെല്ലാം പറയേണ്ടി വരും. അതവള് പറഞ്ഞല്ലേ? പറയും. എല്ലാരും ഉണ്ടല്ലോ. അളിയന്മാരെ, ഞാൻ നിങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവാ. സത്യം പറഞ്ഞാൽ അത് കേട്ടാ നിങ്ങളൊക്കെ ഞെട്ടും. ഞാനൊരു ആനയെ വാങ്ങി. ആനയല്ല ആന. ആനയല്ല, ആന മൈക്കാവും. അതിന്റെ കുഴപ്പമായി കാണുന്നേ. അമ്മേ, സത്യമാണമ്മേ ഞാനീ പറയുന്നത്. അവനെ പറമ്പിലുണ്ട്. അവൻ പറമ്പ് നിറഞ്ഞങ്ങനെ കിടക്കല്ലേ. വാ മക്കളെ, ഉറക്കൂല്ല. അമ്മേ, എന്നെ ആരും വിശ്വസിക്കുന്നില്ല. അമ്മയുടെ മോൻ കള്ളം പറയോ? അമ്മ വാ, കാണിച്ചു തരാം. വാ. അളിയോ, ഇനി വന്നേ. ഇതിലെന്തോ ഒരു കൊനസ്റ്റുള്ള പോലെ തോന്നുന്നു. വാ, ആദ്യം ഇവിടെ എന്തെങ്കിലും തീരുമാനമാവട്ടെ. ഓ ദാ നോക്ക്, അമ്മയുടെ ഈ മോൻ മേടിച്ച ഗജകേസരി അർജുനൻ. ഈശ്വര, പറഞ്ഞതുപോലെ നേരാണല്ലോ. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഇതെങ്ങനെ സാധിച്ചു മോനെ? എന്റെ എവിടുന്ന അതിന് മാത്രം പൈസ? അതൊക്കെ മേടിച്ചമ്മേ. അമ്മ ആദ്യം ആനയെ നോക്ക്. അയ്യോ, ഇതെന്താ ഇതിന്റെ ദേഹത്തൊക്കെ ഈ മുറിവ്? അത് അമ്മ ക്ഷമിക്കണം. അപകടത്തിൽപ്പെട്ട ഇവനെ എല്ലാരും ചേർന്ന് കൊല്ലാൻ നോക്കിയപ്പോ കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാനിവനെ കൂടെ ഏറ്റെടുക്കമ്മേ. നീ എന്താ എന്റെ പൊന്നുമോനെ പറയണേ? ഇതൊക്കെ ശരിയാവോ? പേടിക്കണ്ടമ്മേ, ഒക്കെ ശരിയാവും. ഞാൻ ഈ ആനയുടെ പാപ്പാനാ. വലിയൊരു കാര്യം അമ്മയുടെ മോൻ ചെയ്തത്. ഈശ്വരൻ കൈവരിയില്ല, ഉറപ്പാ. എന്നാലും ഒരെന്നാലും ഇല്ല. അമ്മ എന്നോടൊപ്പം നിന്നാ മതി. ഈ വീട്ടുമുറ്റത്തിന് ആനപ്പന്തി അതെന്റെ സ്വപ്നമാ. ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അമ്മ വന്നേ. എന്താ നീ ഇതെന്ത് ഭാവിച്ചാടാ? നിന്നെ കൊണ്ട് ഇതിനൊക്കെ കഴിയോ? ഒരു ആനയെ സംരക്ഷിക്കാന്ന് വെച്ചാ ചില്ലറ കാര്യ. അതും ഇങ്ങനെ ചാകാറായ ഒന്നിനെ. എടാ, ആന സ്നേഹം ഉണ്ടെന്ന് വെച്ച് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുവോ? നീ എന്താ കണ്ടേക്കണേ? എനിക്കറിയില്ല ഏട്ടാ. അപ്പൊ ഞാൻ ഒന്നും ഓർത്തില്ല. എന്റെ മുമ്പിൽ അർജുനൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ മറത്തൊന്നും പറയരുത്. അവസാനം വയ്യാവേലി ആവരുത്. എനിക്ക് അത്ര പറയാനുള്ളൂ. ഫ്രോഡാ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആനയെ കാണിച്ച് നമ്മളെ വെട്ടികളാക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നേരം വെളുക്കുമ്പോ ഇവന്റെ കള്ളി വെളിച്ചത്താവുന്ന. കിഴക്ക് വെള്ള കീറി അവന്റെ ചീട്ടും കീറി. മണ്ണപ്പം ചുട്ട പോലെ ഒരു ആന. ഇതിന്റെ ഉറക്കക്ഷീണം ഇതുവരെ മാറിയില്ലേ? ഈ ആന നാടനാ അല്ല, ബ്രോയിലറാ. ഇതെന്താ ഇങ്ങനെ ഒരു കിടപ്പ്? അത് ഈ പിണ്ടം പോകാനുള്ള സൗകര്യത്തിനാ. ഇവന്റെ പിണ്ടം നമുക്ക് വയ്ക്കേണ്ടി വരും. ഈ ആന എന്താ എപ്പോഴും ഇങ്ങനെ കിടക്കണേ? അതെ, ചാർജ് അവൻ കുത്തിട്ടേക്കാ. ഇതേ കണ്ട ചാർജർ. എന്താ പേര്? പപ്പൻ. അതല്ല ആനയുടെ പേര്. ഇപ്പൊ മാമ്പിള്ളി അർജുനന്നാ. ഇതെന്താ ആനകൾക്കൊക്കെ ഹിന്ദുക്കളുടെ പേരിടണേ? ക്രിസ്ത്യൻസിന്റെ പേരിട്ടൂടെ? അതെ, ഇതിന് മാമൂസം വെക്കാനുള്ള പാത്രം അങ്ങ് വത്തിക്കാനിൽ പോലില്ല, അതുകൊണ്ടാ. എന്നാ പിന്നെ മുസ്ലിം പേരിട്ടൂടെ? ആന പൊന്നാലിന്റെ അളിയിൽ അപ്പം കൊണ്ടുപോകും. നാളെയല്ലേ കൂപ്പിലെ പണി? നായ്ക്കറിനപ്പൊടിയും മൈമോഴകവും സമം ശർക്കരയും ചേർത്ത് രാവിലെ ആനയ്ക്ക് കൊടുക്കണം. അല്ല മുതലാളി, ഈ നായ്ക്കറിന്റെ പൊടി കൊടുത്ത ആനയ്ക്ക് ചൊറിയൂലേ? ഓ, വട്ടുകുളിയെ പോലെ ഫലം ചെയ്യും. നല്ല പോലെ പണി ചെയ്യും. തീറ്റ പകുതി കൊടുത്താൽ മതി. വന്നോ? വാ വാ. വണ്ണ
എങ്ങോട്ടാ? ഇല്ല പോയിക്കോ. നായ്ക്കറിന്റെ പൊടിയും ഗോമൂത്രവും ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ്സിലിട്. ഏതാനക്ക്? ആനക്കല്ല, എനിക്ക് വയറിളക്കം. എന്തായി? സ്ലോ പോയിസൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ? ഇല്ല, ഇനി അതിന്റെ ആവശ്യമില്ല. തൽക്കാലം എല്ലാം ഭംഗിയായി തീർന്നു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ആനയെ കൈമാറി. നമ്മുടെ ആനക്കമ്പക്കാരൻ കൃഷ്ണപ്രസാദില്ലേ, അവന്റെ തലയിൽ വെച്ച് കെട്ടി. അവര് പുല്ല് വളർത്ത് എന്താച്ച ആയിക്കോട്ടെ, ഞാൻ ഇനി ഒന്നും അന്വേഷിക്കാൻ പോണില്ല. എന്റെ തലേന്ന് മാറണം ഒഴിഞ്ഞിട്ടില്ലോ, അത് മതി. എന്നെ സഹായിക്കാമെന്ന സ്ഥിതിക്ക് നിങ്ങളോടൊന്നും പറയണല്ലോ, അതുകൊണ്ട് വന്നതാ. എന്നാ ഞാൻ വരട്ടെ.